മന്ത് കിട്ടിയ ഓർഡേഴ്സിൽ ഏറ്റവും കൂടുതൽ ഡിസൈനിങ് വന്നേക്കുന്നത് നോർമൽ സെറ്റുകളായിരുന്നു കേട്ടോ. നോർമൽ സെറ്റിൽ ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടും ചെറുതായിട്ട് പാറ്റേൺസ് കൊടുത്തിട്ടുള്ളതൊക്കെ ആയിരുന്നു. അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വന്ന ഓർഡറാണ് ഹോളി കമ്മ്യൂണിൻ്റെ ഈവനിങ് ഫംഗ്ഷൻ്റെ ഓർഡർ. അപ്പോൾ ഒരെണ്ണം ഇതുപോലത്തെ ഡ്രേപ്ഡ് സ്കേർട്ട് പാറ്റേണും സാരി ലെഹങ്ക പോലെ നമ്മൾ ഡ്രേപ്പ് ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു പാറ്റേണാണ്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് DFAB ഉപയോഗിച്ചിട്ടാണ്. ഹാൻഡ് വർക്കിനായിട്ട് ചെറുതായിട്ട് സ്പ്രെഡിങ് ഒക്കെ അത് കംപ്ലീറ്റ് ആവാനുണ്ട്. നാളത്തെ ഓർഡറാണ്. അപ്പോൾ ഇത് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന് മുന്നേ വീഡിയോ എടുത്തതാണ്. ഇതിൻ്റെ സാരിയുടെ എൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെ ചെറുതായിട്ട് ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഹാങ്ങിങ്സ് ആയിട്ട് ഫിനിഷ് ചെയ്ത് അങ്ങനത്തെ ടൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയിരിക്കുന്ന ഓർഡർ രണ്ടൊരു ബേബി ഫ്രോക്ക് വരുന്നുണ്ട്. അതിൽ ഒരു ഫ്രോക്കാണിത്. ഇതിലും നമുക്ക് വർക്ക് കുറച്ചും കൂടി ആഡായിട്ട് ഈ യോക്ക് പോർഷനിൽ ഇവിടെയൊക്കെ ഹാൻഡ് വർക്കായിട്ട് വരും. പ്ലീറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. താഴത്തേക്ക് നോർമൽ ഗ്യാദേഴ്സ് കൊടുത്തേക്കണേ. ഇതൊക്കെ നമ്മൾ ഡൈ ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. ഡൈ ചെയ്യണതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ വാഷ് മാത്രമേ പറ്റുള്ളൂ. ഹാൻഡ് വാഷോ അല്ലെന്നുണ്ടെങ്കിൽ മെഷീൻ വാഷോ പറ്റില്ല. അപ്പോൾ ഇതാണ് രണ്ട് പാറ്റേൺ വരുന്നത്. ഇതല്ലാതെ നമുക്ക് ഈ സെയിം പൗഡർ ബ്ലൂ ഷെയ്ഡിൽ തന്നെ വേറൊരു ഓർഡർ കിട്ടിയേക്കുന്നതാണ് കേട്ടോ. ഇതൊരു നോർമൽ ഒരു എയർലൈൻ ഫിഷ് കട്ട് ഗൗണാണ് വരുന്നത്. പ്രിൻസസ് കട്ടാണ് ഇത്. ടർക്കിഷ് ഓർഗൻസ മെറ്റീരിയലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ചെറുതായിട്ട് ഫിനിഷിങ് വർക്ക് മാത്രമാണ് ബാലൻസ് ഉള്ളത്. നാളെ ഇതൊക്കെ ഫിനിഷ് ചെയ്ത് നമുക്ക് കസ്റ്റമർ വന്ന് കൊണ്ടുപോകും കേട്ടോ.